ഇപ്പോഴും നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. തീ ഓഫാക്കി. ഞാൻ ഒരു മുറി തേങ്ങ, ചെറിയ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു 10 കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഒരു കഷ്ണം, ഇതെല്ലാം കൂടെ അരിഞ്ഞെടുത്ത് ഇതിനി ഒന്ന് വറുത്തോണ്ട് വരാം. അത് വറുക്കുന്നതിനായിട്ട് ഒരു അപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഇതെല്ലാം കൂടെ അതിലിട്ട് മൂപ്പിക്കാം. ഇപ്പോഴൊരു സ്റ്റവ് മീഡിയം ഫ്ലെയിമിലാണ് ഇരുന്നത്. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇതുപോലെ വറുത്തെടുക്കുന്ന കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് പിന്നെ നമ്മൾ ചേർക്കുമ്പോഴത്തേക്ക് കുറവുണ്ടെങ്കിൽ അപ്പോഴും ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇനി തീ കൂട്ടാൻ പാടില്ല. തീ ഓഫാക്കി ഇത് അടുപ്പിൽ നിന്ന് ഇറക്കാം. ഇനി ഇത് ചട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇല്ലെങ്കിൽ ചട്ടിയിലൊന്ന് കരിയാൻ സാധ്യതയുണ്ട്, അടിയിൽ ഇരിക്കുന്ന സാധനം. അതുകൊണ്ട് കരിയാതിരിക്കാൻ മറ്റൊരു പാത്രത്തിലാക്കി ഒന്ന് നിരത്തിയിട്ട് കൊടുക്കണം. ഇപ്പോഴതിൻ്റെ കൂടെ ഒരു മുറി സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയൊരു സവാളയുടെ ഒരു മുറിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അത് മതി. പിന്നെ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്. 2 ഇടത്തരം തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഇത് മിക്സിയിലൊന്ന് അരച്ചുകൊണ്ട് വരാം. കുറച്ച് വെള്ളം ഒഴിച്ച് മഷി പോലെ അരച്ചുകൊണ്ട് വരാം. അപ്പോഴും ഞാൻ വറുത്ത തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുക. എണ്ണ കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇപ്പോൾ ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തീരുമ്പോഴത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഈ ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് അടച്ച് വേവിക്കാം. ഇപ്പോൾ നമുക്ക് അടപ്പൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഉടച്ച് ചേർക്കൊന്നും വേണ്ട. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് വേവത്തക്ക രീതിയിൽ വെച്ചെടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ കൂട്ടങ്ങോട്ട് അരപ്പ് വറുത്തരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. തക്കാളി കൂടുതൽ അരങ്ങി ഉടയ്ക്കണ്ട. കുറച്ച് നേരം അതൊന്ന് വേവട്ടു. നേരത്തെ ആവശ്യത്തിന് തേങ്ങയിൽ കുറച്ച് ഉപ്പിട്ടെങ്കിലും ഉപ്പ് കുറവാണ്. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ഈ സമയത്ത്. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ജാറ് കഴുകിയ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഒഴിച്ചാൽ മതി നോക്കിയതിന് ശേഷം. ഇപ്പോൾ നമ്മൾ വറുത്തരച്ച തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറിയാണ്, ഭയങ്കര ടേസ്റ്റാണ്.
ഇഞ്ചിക്കറി കൂട്ടുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറുണ്ണാം, അപ്പത്തിനായാലും ദോശയ്ക്കായാലും എല്ലാത്തിനും ഉപയോഗിക്കത്തക്ക ഒരു കറിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോഴടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക്സ്.